സുഹൃത്തുക്കളെ, വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ മീനിങ്ഫുള്ളായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സംഘിയെ രാഹുൽ ഗാന്ധി ചെന്ന് സന്ദർശിക്കുന്നു. അത് അദ്ദേഹത്തിന് വലിയ അത്ഭുതം മാത്രമല്ല ഉണ്ടാക്കിയത്, അദ്ദേഹത്തിൽ വലിയ മനംമാറ്റവും ഉണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥ ജനനേതാവ് ആരെന്ന് ഈ തീവ്രവാദ ആക്രമണത്തിൽ പരിക്കേറ്റ സംഘി തിരിച്ചറിഞ്ഞ തിരിച്ചറിവിന്റെ നിമിഷം. പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം ഉണ്ടായതറിഞ്ഞ് രാഹുൽ ഗാന്ധി തന്റെ അമേരിക്കൻ യാത്ര വെട്ടിച്ചുരുക്കി വളരെ ഉത്തരവാദിത്വത്തോടെ ഉടനെ ഇന്ത്യയിലേക്ക് ഓടിയെത്തി. അതിനുശേഷം അദ്ദേഹം കേന്ദ്ര സർക്കാർ വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. തന്റെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഈ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ ഗവൺമെന്റ് എടുക്കുന്ന ഏത് നടപടിക്കും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം കാശ്മീരിൽ എത്തി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുമായി ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. തന്റെ ജമ്മു കാശ്മീർ യാത്രയിൽ ഈ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം ചെന്ന് കണ്ടു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നതാണ് ഇത്. I met one of the people who was injured. I of course couldn't meet other family members and other people because the injured people have gone back. My love and affection to everybody who has lost family members, and I want everybody to know that the whole nation is standing together as one. തനിക്ക് ഈ ദുരന്തത്തിന്റെ തിക്തഫലം അനുഭവിക്കുന്ന കൂടുതൽ ആളുകളെ കാണണമെന്ന് ഉണ്ടായിരുന്നു. എങ്കിലും പലരും സ്വദേശത്തേക്ക് മടങ്ങിപ്പോയതിനാൽ ഒരാളെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. ഇവിടെ അദ്ദേഹം ബി കാന്ത് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് പരിക്കേറ്റ ആളെ കാണാൻ എത്തുന്ന ദൃശ്യങ്ങളാണ് ഇവയൊക്കെ. അദ്ദേഹം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, പ്രധാനമന്ത്രിയല്ല എന്ന് ഓർക്കണം. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനാണ് അദ്ദേഹം. പഹൽഗാമിൽ ഈ തീവ്രവാദ ആക്രമണം നടക്കുമ്പോൾ അദ്ദേഹം അമേരിക്കയിലായിരുന്നു. ഇതിനെക്കുറിച്ച് കേട്ട ഉടനെ അദ്ദേഹം തന്റെ അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഉടനെ തന്നെ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. 20 മണിക്കൂർ യാത്ര ചെയ്ത് ഇന്ത്യയിൽ തിരിച്ചെത്തി. ഈ യാത്രയിൽ ഉടനീളം അദ്ദേഹം വളരെ അസ്വസ്ഥനും ഈ തീവ്രവാദ ആക്രമണത്തിന് ഇരയായവരെ കുറിച്ച് അദ്ദേഹം വളരെ വിഷമത്തിലും ആയിരുന്നു. ഇവിടെ തിരിച്ചെത്തിയ ശേഷം ഉടനെ തന്നെ അദ്ദേഹം സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് ഗവൺമെന്റ് എടുക്കുന്ന ഏത് നടപടിക്കും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലേക്ക് പറന്ന് നേരെ ആശുപത്രിയിലേക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റ ആളെ കാണാൻ പോയി. അദ്ദേഹം കണ്ട ഈ പരിക്കേറ്റയാൾ അദ്ദേഹത്തോട് പറഞ്ഞത് താൻ സ്ഥിരമായി BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു സംഖ്യയായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ആ പരിക്കേറ്റയാൾ കൂട്ടിച്ചേർത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ വന്ന് സന്ദർശിക്കും എന്നായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷേ മോദി അവരെ കാണാൻ കൂട്ടാക്കാതെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലി നടത്താൻ പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്, പക്ഷേ താങ്കൾ ഇവിടെ വന്നല്ലോ സാർ, താങ്കൾ ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചല്ലോ. ഞാൻ താങ്കളെ സ്ഥിരമായി അധിക്ഷേപിക്കുന്ന ആളായിരുന്നു. കാരണം താങ്കളുടെ യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഫേക്ക് ന്യൂസുകളും പ്രപ്പഗാന്ധകളും കാരണം എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിനാൽ എന്നോട് ക്ഷമിക്കണമെന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് കേണപേക്ഷിച്ചു. അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടി, ഒരു കുഴപ്പവുമില്ല സഹോദര, വിശ്രമിക്കൂ, എല്ലാം ശരിയാവും. ഇത് കേട്ട് ആ മനുഷ്യൻ പൊട്ടിക്കരയുകയും രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. തന്നോട് ക്ഷമിക്കണമെന്ന് വീണ്ടും വീണ്ടും രാഹുലിനോട് അപേക്ഷിച്ചു. അപ്പോൾ രാഹുൽ മറുപടി നൽകിയത്, ക്ഷമിക്കാനായി ഇവിടെ താങ്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കരുത് എന്ന്. നിമിഷ നേരം കൊണ്ടാണ് വിവരമില്ലാത്ത രാഹുൽ ഗാന്ധിയെ വിമർശിച്ചും കളിയാക്കി നടന്ന ആ മനുഷ്യൻ വിവേകം വെച്ച് രാഹുൽ ഗാന്ധിയുടെ ആരാധകനായി മാറിയത്. മോദിയുടെ തനിനിറം അദ്ദേഹത്തിന് വ്യക്തമായി. ഇവിടെ ഈ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി കാശ്മീരിലേക്ക് ഓടിയെത്തി ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിച്ചു എന്ന്. അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഇന്ത്യയുടെ ഒഫീഷ്യൽ പ്രൈം മിനിസ്റ്റർ അല്ലായിരിക്കാം, എങ്കിലും ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ആണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന്. എത്ര ശരിയായ കാര്യമാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. മോദിക്ക് പ്രയോറിറ്റി രാജ്യമോ രാജ്യസുരക്ഷയോ രാജ്യത്തെ ആളുകളോ അല്ല, മറിച്ച് അധികാരം മാത്രമാണ് മോദിക്ക് പ്രധാനമായിട്ടുള്ളത്. അതിനാലാണല്ലോ ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ, രാജ്യത്തെ അഭിസംബോധന ചെയ്യാതെ, സർവകക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ ബീഹാറിൽ ചെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയും ട്രെയിനിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്യുന്നത്. വിവരമില്ലാത്ത മോദി ഭക്തരിൽ
അല്പമെങ്കിലും തലച്ചോറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കണം. മോദിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും വീഴ്ചയിൽ സംഭവിച്ച ഈ വലിയ തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് മോദി എന്താണ് ചെയ്യുന്നത്? മോദിയുടെ പ്രയോറിറ്റികൾ എന്താണ്? അദാനിയും അംബാനിയും തന്റെ അധികാരവും മാത്രമാണ് മോദിയുടെ പ്രയോറിറ്റികൾ എന്ന് ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരു അല്പസമയം ചിന്തിച്ച് വിവേകമുള്ളവർ ആകാൻ നിങ്ങൾക്ക് ഇനിയെങ്കിലും സാധിക്കുമോ? ഈ വീഡിയോയുടെ അടിയിൽ വന്ന് വൃത്തികെട്ട കമന്റ് ഇടുന്നതിനു മുൻപ് ഒരു നിമിഷം ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ സ്ഥിരം മോദിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന, വിവരങ്ങൾ അറിയാതിരുന്ന ഈ പരിക്കേറ്റ ആളിന് ഇന്ന് വിവേകം ഉദിച്ചിരിക്കുകയാണ്. ഇനി എന്നാണ് നിങ്ങൾക്ക് വിവേകം ഉദിക്കുക?